തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബി.ജെ.പിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മരണത്തെ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ് ബി.ജെ.പി. അനിലിന്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നും അത് പിന്നീട് വ്യക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തമെന്ന് അനിൽകുമാർ കരുതിയിരുന്ന ആൾക്കാരുടെ ചതിയാണ്. എന്തായാലും ബി.ജെ.പിക്കാരും RSSകാരും ആണല്ലോ സ്വന്തം ആൾക്കാരെന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലല്ലോ. തിരുമല കൌൺസിലറുടെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ബി.ജെ.പിക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? ഇപ്പോഴും അനിൽകുമാറിന്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടരെ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. ശ്രീ അനിൽകുമാറിന്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്. അതിപ്പോ ഞാൻ വ്യക്തമാക്കുന്നില്ല, ഞാനത് പിന്നാലെ വ്യക്തമാക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്. വിജിൻ വായന്തോട് വീണ്ടും ചേരുന്നു. വിജിൻ, ഇക്കാര്യത്തിൽ പോലീസ് കേസ് വല്ലതും എടുത്തിട്ടുണ്ടോ? അത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണോ കേസ്, അതല്ല ആത്മഹത്യാ പ്രേരണ കുറ്റവാളി ചുമത്തിയിട്ടുണ്ടോ? മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ബി.ജെ.പിയും CPM-ഉം തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോര് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അജിംസ്, ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് വിവരങ്ങൾ നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആത്മഹത്യ? നേരത്തെ തന്നെ പോലീസിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന്റെ കയ്യിൽ തന്നെ ഉള്ളതാണ്. അതിനകത്ത് വിവരങ്ങൾ പുറത്തു വന്നത് ഇന്നാണ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നതിനിടയിലാണ് നിലവിൽ നമ്മൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബി.ജെ.പിക്ക് ഇക്കാര്യത്തിൽ പോലീസിന്റെ മേൽ കുറ്റം ചാർത്തി മാറി നിൽക്കാൻ കഴിയില്ല. ബി.ജെ.പി നേതാക്കൾക്കുൾപ്പെടെ ഉത്തരവാദിത്വമുണ്ട്. കാരണം ബി.ജെ.പിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ നടത്തുന്ന സംഘമാണ് ഇത് എന്ന് പറയുന്നത്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു ബി.ജെ.പിയുമായി ബന്ധമുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബി.ജെ.പിയുമായി പൂർണ്ണമായും അടുത്ത ബന്ധമുള്ള ആളുകൾ ഭരണസമിതി അംഗങ്ങളായ സംഘമാണിത്. അങ്ങനെ ബി.ജെ.പിക്കാരുടെ റെക്കമെൻഡേഷനിൽ തന്നെയായിരിക്കും സ്വാഭാവികമായും സംഘങ്ങളിൽ നിന്ന് ലോൺ എടുക്കുക. കാരണം നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെയുള്ള സഹകരണ സംഘങ്ങളുണ്ട്. CPM-ഉം കോൺഗ്രസും ബി.ജെ.പിയും ഒക്കെ നേതൃത്വം നൽകുന്ന സംഘങ്ങൾ തന്നെയാണ് അതൊക്കെയും. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായി അവരുടെ അടുപ്പക്കാർക്ക് വേണ്ടി ലോൺ ആവശ്യപ്പെടുന്ന ആളുകളെടുത്ത് അതിന്റെ പ്രസിഡന്റിനോടൊക്കെ സംസാരിച്ച് അവർക്ക് ആ റെക്കമെൻഡേഷനിലായിരിക്കും ലോണായി നൽകുക. ഇതാരും തിരിച്ചടച്ചില്ല എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിലെ പ്രധാന ഭാഗം. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നിലവിൽ കടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ അനിലുമായി ബന്ധപ്പെടുന്ന അടുത്ത ആളുകളുമായൊക്കെ സംസാരിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടപ്പോൾ ഈ വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ആദ്യം കോർപ്പറേഷൻ ജയിച്ച് കാണിക്കൂ എന്നുള്ളതാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതിൽ ഇടപെടാം എന്ന് പറഞ്ഞു എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അവർ പറയുന്നുണ്ട്. അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തന്നെ കണ്ടിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇദ്ദേഹം ആത്മഹത്യക്ക് 2 ദിവസം മുമ്പ് സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ടപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും, തന്റെ പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ തന്നെ അനിൽ നേരിട്ട് കണ്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള നേതാക്കളെ ഒക്കെ അനിൽ കണ്ടിട്ടുണ്ടാവും. കാരണം ജീവനൊടുക്കാൻ പോലും പാകത്തിലുള്ള വലിയ പ്രതിസന്ധി താൻ നേരിടുന്നുണ്ട് എന്ന കാര്യം അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടാകും. അനിൽ തന്നെ വ്യക്തമാക്കുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഭരണസമിതിക്ക് നിലവിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും ആ ഭരണസമിതി നടത്തിയിട്ടില്ല എന്നാണ് ആത്മഹത്യാക്കുറിപ്പിലെ നമ്മളിപ്പോൾ പുറത്തുവരുന്ന ഭാഗത്തിൽ പറയുന്നത്. ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ പണം തിരിച്ചടക്കാത്തതാണ് എന്നുള്ളത് തന്നെയാണ്. ആ നമ്മുടെ ആളുകളിലാണ് പ്രശ്നം. ബി.ജെ.പി ആരോപിക്കുന്ന പോലെ ആ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് പോലീസല്ല, CPM അല്ല, അത് ബി.ജെ.പിക്കാർ തന്നെയാണ്. ബി.ജെ.പി നേതാക്കളും പ്രവർത്തകരും എടുത്ത പണം തിരിച്ചടച്ചില്ല. അതുമായി ബന്ധപ്പെട്ട FD ഉണ്ടായിരുന്നു. FD ഉൾപ്പെടെ ആളുകൾ തിരിച്ച് എടുത്തുകൊണ്ടുപോയി. സ്വാഭാവികമായും ഒരു ബാങ്ക്, ഒരു സഹകരണ സംഘം പൊളിയുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിക്ഷേപിച്ച ആളുകൾ ആ പണം തിരികെ വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും താളം തെറ്റുന്ന നിലയിലേക്ക് ഈ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം പോയി. അതിലുള്ള വലിയ തരത്തിലുള്ള മനപ്രയാസമായിരുന്നു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്ന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അജിംസ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുള്ളത്.